എൻ്റെ പേര് ലിജി. ഞാൻ വെണ്ണൂരിൽ നിന്ന് വരുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 16 വർഷം. ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്തു. അതിലൊന്നും ഒരു ഫലവും കിട്ടിയില്ല. ലാസ്റ്റ് ഞങ്ങൾ കർണാടകയിലായിരുന്നു. ട്രീറ്റ്മെൻറ്റിനായിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. അതിനുശേഷം ഞാൻ ഉടമ്പടി എടുത്തു. 2020 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടിക്ക് ശേഷം ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ലാണ്ട് മാതാവ് എനിക്കൊരു കുഞ്ഞിനെ അനുഗ്രഹിച്ചു. ആ കുഞ്ഞിന് ഞങ്ങൾ ഇസഹാക്ക് എന്ന് പേരിട്ടു. അതുകൂടാതെ വെള്ളപ്പൊക്കത്തിൽ എൻ്റെ അനിയത്തിയുടെ വീട് നഷ്ടപ്പെട്ടു. അവൾ ഒത്തിരി കരഞ്ഞു, എന്നെ വിളിച്ചു, ഞങ്ങളുടെ വീടെല്ലാം പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കും, മാതാവ് നിനക്ക് ഭവനം തരും. അങ്ങനെ അവൾക്കും ഒരു ചെറിയൊരു ഭവനം മാതാവ് നൽകി. അതിന് അവളും ഹസ്ബൻഡും കുഞ്ഞുങ്ങളും നന്ദി ഇനി വരുന്നതാണ്. ഇപ്പോൾ അനിയൻ വന്നിട്ടില്ല, അപ്പന് പാടില്ല, അത് കാരണം വന്നില്ല. പിന്നെ അതുകൂടാതെ എൻ്റെ ഹസ്ബൻഡിന് നെഞ്ചിൻ്റെ ഭാഗത്ത് ഒരു ചെറിയൊരു മുഴ പോലെ കാണപ്പെട്ടു. അത് പൊട്ടി ചിലവൊക്കെ വന്ന്, അപ്പോൾ ചേട്ടൻ തന്നെ പറയും അത് കുഴപ്പമില്ല എന്നൊക്കെ പറയും. അപ്പം ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയ ഉടമ്പടി തൈലം കർണാടകയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആ തൈലം പുരട്ടിയ ശേഷം പിന്നെ ഇതുവരെ ആ മുഴ അവിടെ കണ്ടിട്ടില്ല. അതും മാതാവ് മാറ്റിത്തന്നു. ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി.